ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപഥമേ അണിചേരുവിൻ, ജയഘോഷം ആർക്കുവിൻ. കാരുണ്യതികവാൽ സതതം കാത്തിടും അഖിലേശൻ, കുറ്റം കുറവുകളിൽ താതൻ മാപ്പരുളും കൃപയാൽ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപഥമേ അണിചേരുവിൻ, ജയഘോഷം ആർക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. മേരിക്കുട്ടി, ദേവസ്യ ആൻ്റണി, കത്രീന തോമസ്, മേരി അഗസ്റ്റിൻ, അംബ്രോസ്, ത്രേസ്യാമ തോമസ്, കുട്ടിയപ്പൻ തോമസ്, ആൻ്റണി പാലക്കൽ എന്നിവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം പാല് എന്താണ് എന്ന്, അതെത്രമാത്രം പോഷക ആഹാരമാണ് എന്നും നമുക്ക് അറിയാം. പക്ഷേ ആ പാല് ചെളിവെള്ളത്തിൽ കലക്കിയാൽ പാല് മുഴുവനും ചീത്തയായി പോകും എന്നറിയാം. പാല് കുറേ കടഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് ബട്ടർ ലഭിക്കുക. എന്നാൽ ബട്ടർ ചെളിവെള്ളത്തിൽ കലർത്തിയാൽ അത് അങ്ങനെ തന്നെ നിൽക്കും എന്നറിയാം. ഇതുപോലെയാകണം നമ്മുടെയൊക്കെ ആത്മീയത എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആത്മീയത എന്ന് പറയുക പുറത്തുള്ള ഒന്നിനെയും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാതിരിക്കുവാനായിട്ടുള്ള ആയുധമാക്കി മാറ്റുക. നമുക്കറിയാം, ഒരു ജലത്തുള്ളി അവിടെയുണ്ട് എങ്കിൽ ഒരു പക്ഷി വന്ന് അതിനെ വിഴുങ്ങിക്കളയുവാനായിട്ട് കഴിയും. മറിച്ച് ഒരു വജ്രത്തിൻ്റെ തുള്ളിയാണ് എങ്കിൽ അത് പക്ഷി വിഴുങ്ങുവാൻ നോക്കിയാൽ ആ വജ്രത്തുള്ളി പക്ഷിയെ വിഴുങ്ങുമെന്നാണ് പറയപ്പെടുക. അതിനാൽ നമുക്ക് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഒരു കഥ ഇങ്ങനെയാണ്. ഒരു പന്തിനെ 15 പേര് ചേർന്നുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി വേദനയോടുകൂടി ആ പന്തിനെ എടുത്തിട്ട് പറഞ്ഞു, എന്തിനാണ് നീ ഇത്രമാത്രം അടികൾ കൊള്ളുന്നത് എന്ന്. പന്ത് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ ശൂന്യമായതുകൊണ്ടാണ്. മറിച്ച് കുറച്ച് ഇരുമ്പ് കഷ്ണങ്ങൾ ആ പന്തിൻ്റെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായും ആരും എന്നെ ഉപദ്രവിക്കുകയില്ല. ഇതാണ് ആത്മീയത എന്ന് പറയുക. ഉള്ളിലുള്ളതിനെ ഉറപ്പുള്ളതാക്കുക, ഉള്ള് ശക്തമാക്കുക. പുറത്ത് ചിലപ്പോൾ എറികൾ, പല രീതിയിലുള്ള നമ്മളെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ, പാഴ്വാക്കുകൾ, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ കൊണ്ട് മനുഷ്യർ നമ്മളെ ഉപദ്രവിക്കും. പക്ഷേ ഉള്ളിന് ശക്തമാണ് എങ്കിൽ, ഉള്ളിൽ ഇരുമ്പ് കമ്പികളുണ്ട് എങ്കിൽ, ശക്തമായ ഒരു ആത്മീയതയുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ കുലുങ്ങുകയില്ല. അപ്പോൾ ഇന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് അങ്ങനെയൊരു ആത്മീയത രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് ഈ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ. നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങേ കൂടാതെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ. അങ്ങേ കൽപ്പനകൾ പിഞ്ചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും ഏലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. അനന്തരം ഏലിയ ഏലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക. കർത്താവ് എന്നെ ജോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങയെ വിട്ടുമാറുകയില്ല. അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു. അവർ ഇരുവരും ജോർദാന് സമീപമെത്തിയപ്പോൾ പ്രവാചകഗണത്തിൽപ്പെട്ട 50 പേർ അല്പം അകലെ നിന്ന് വന്നു നിന്നു. ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു. വെള്ളം ഇരുവശത്തേക്ക് മാറി. ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. മറുകര വരെ എത്തിയപ്പോൾ ഏലിയ ഏലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഏലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്. എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടിട്ടില്ല. അവൻ വസ്ത്രം കീറി. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ്റെ കരയിൽ ചെന്ന് നിന്നു. അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി. അവൻ കടന്നുപോയി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്കു വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചുവെച്ചു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ.
കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു, അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വരികയും ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവേദികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നീ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുമെന്ന് അന്യരെ കാണിക്കുവാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കൈക്കുമ്പിളിൽ കാഴ്ചദ്രവ്യവുമായി ബലിവേദിയിലേക്കു വരികയല്ലോ. ഒന്നു നിൽക്കാം ഒരു നിമിഷം, ഹൃദയം നിർമ്മലമാണോ, കൈകൾ പാവനമാണോ, സ്വന്തം സഹോദരനെന്തെങ്കിലും പക ഇങ്ങോട്ടുള്ളതായി സംശയിച്ചാൽ ആദ്യമീ ബലിവസ്തു താഴത്തു വയ്ക്കണം. പോയി രമ്യമായി വന്നു ബലി നൽകണം. കൈക്കുമ്പിളിൽ കാഴ്ചദ്രവ്യവുമായി ബലിവേദിയിലേക്കു വരികയല്ലോ. ഒന്നു നിൽക്കാം ഒരു നിമിഷം, ഹൃദയം നിർമ്മലമാണോ, കൈകൾ പാവനമാണോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്താഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂദാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ. അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉദ്ധാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സദൃശ്യമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ
നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് കരികിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മേരിക്കുട്ടിയെയും ദേവസ്യ ആൻ്റണി, കത്രീന തോമസ്, മേരി അഗസ്റ്റിൻ, അംബ്രോസ്, ത്രേസ്യാമ തോമസ്, കുട്ടിയപ്പൻ തോമസ്, ആൻ്റണി പാലക്കലിനെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ.
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ആത്മീയ ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, അങ്ങ് അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, രോഗികളോടും അവശരോടും അങ്ങ് സവിശേഷമായ സ്നേഹവും പരിഗണനയും പ്രകടിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്ന കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുകൊള്ളണമേ. ശാരീരികമായും ആത്മീയമായും അവശത അനുഭവിക്കുന്ന അവരെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. അവരെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ പ്രത്യേക വിധമായി സംരക്ഷിക്കുകയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഈ രോഗികൾക്ക് കാവലായിരിക്കണമേ. ആമേൻ. ചരമ അറിയിപ്പ്. 41-ാം കുടുംബ യൂണിറ്റ് ജൈനമ്മ കമ്പിയകത്ത് നിര്യാതയായി. ശവസംസ്കാര കർമ്മം ഇന്ന് രാവിലെ 11 മണിക്ക് പരേതയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്ഥലം കപ്പൂച്ചൻ ആശ്രമത്തിന് പടിഞ്ഞാറ് വശം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച് അങ്ങേ ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്ന പോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ,
ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. രോഗിക്ക് നല്ല വൈദ്യനും തൻ്റെ അടുക്കൽ അടുത്തു വരുന്നവരോട് ദയ ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, തിരുസന്നിധിയിൽ നിലവിളിക്കുന്ന നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ, ദേശത്ത് ക്ഷാമം, മഹാമാരി, വെൺകതിർ, വിഷമഞ്ഞ്, വെട്ടുക്കിളി എന്നിവയുണ്ടാകുമ്പോൾ, വ്യാധികളും ദീനവും വസന്തയും സംഹാര താണ്ഡവമാടുമ്പോൾ, നിന്റെ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ ജനം പ്രാർത്ഥനയും അഭയയാചനയും അണയ്ക്കുമ്പോൾ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നീ കേട്ട് ഞങ്ങളോട് മനസ്സലിഞ്ഞ് നിന്റെ ജനത്തോട് കരുണ ചെയ്യാമെന്ന വാഗ്ദത്തം അവിടുന്ന് മറന്നു പോകരുതേ. വിളിപ്പിൻ, ഞാൻ ഉത്തരമരുളാം, മുട്ടുവിൻ, ഞാൻ തുറന്നു തരാം എന്നരുളിയ നല്ല ദൈവമേ, സങ്കടഹൃദയത്തോടെ തിരുമുൻപിൽ സമർപ്പിക്കുന്ന നിന്റെ ജനത്തെ നീ മറന്നു കളയരുതേ. നിന്റെ ഒരു വശത്ത് 1000-ങ്ങളും നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും വീഴും, എന്നാലോ അവ നിങ്കിലേക്ക് അടുക്കുകയില്ലെന്നരുളിയ നല്ല ദൈവമേ, ദേശമെങ്ങും 10,000-ങ്ങൾ നാശകരമായ കുഴിയിൽ നിന്നും നിലവിളിക്കുമ്പോൾ, ദാനിയേലിനെ കുഴിയിൽ നിന്നും യോനയെ കടലിൽ നിന്നും കരകയറ്റിയ നല്ല ദൈവമേ, ലോകരാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ മാരക വിപത്തിൽ നിന്നും ലോകത്തെ നീ കാക്കേണമേ. അനേകായിരങ്ങൾ ആകുലതയോടെ തിരുമുമ്പിൽ കേഴുമ്പോൾ, ഓരോ ദിനവും ആശങ്കയിൽ കൊഴിയുമ്പോൾ, തീയാളും വേഗത്തിൽ മഹാമാരി നിന്റെ ജനത്തെ തിന്നൊടുക്കുമ്പോൾ, നാഥ, ഞങ്ങളെ നീ മറന്നു കളയരുതേ. രോഗദുരിതത്താൽ ഒറ്റപ്പെടുന്നവർക്ക് നീ തുണയാകണമേ. പ്രത്യാശയും ധൈര്യവും അവരിൽ നിറയ്ക്കണമേ. പരിശോധനയിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യം പകരണമേ. ജീവൻ പോലും ത്യജിച്ച് രോഗികളുടെ പരിചരണത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മക്കളെ നീ ശക്തിപ്പെടുത്തണമേ. രോഗത്തിന്റെ ഭീതിയെ അകറ്റി പ്രത്യാശയും ധൈര്യവും ഞങ്ങളെ അണിയിക്കണമേ. കർത്താവേ, തൃക്കൈ നീട്ടി വാഴ്ത്തുക ഈ ജനത്തെ. നല്ല നീ തണ്യവർണ്ണേ, കരുണ ചെയ്യണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും എന്നേക്കും ഞങ്ങളെ മറക്കാതെ രക്ഷിച്ചു കൊള്ളേണമേ.